പ്രതിഭ ക്യൂസുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ. CH മുഹമ്മദ് കോയയുടെ ജന്മദിനം എന്നാണ്? ഉത്തരം ജൂലൈ 15, 1927. കേരളത്തിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം മൂന്നാർ. കേരളത്തിൽ 2 തവണ മുഖ്യമന്ത്രിയായ വ്യക്തി ആര്? ഉത്തരം CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം CP രാധാകൃഷ്ണൻ. എത്ര ദിവസമാണ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത്? ഉത്തരം 54 ദിവസം. എത്ര മന്ത്രിസഭകളിൽ CH വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്? ഉത്തരം 6. CH മുഹമ്മദ് കോയയുടെ പിതാവിൻ്റെ പേര്? ഉത്തരം ആലി മുസ്ലിയാർ. ഇപ്പോഴത്തെ കേരള ഗവർണർ? ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് അർലോക്കർ. CH മുഹമ്മദ് കോയയുടെ മക്കളുടെ പേരുകൾ? ഉത്തരം ഹൗസിയ, മുനീർ, ഫരീദ. എവിടെ വെച്ചാണ് CH മുഹമ്മദ് കോയ അന്തരിച്ചത്? ഉത്തരം ഹൈദരാബാദിൽ. സോവിയറ്റ് യൂണിയൻ എന്ന പുസ്തകം CH മുഹമ്മദ് കോയ എഴുതിയ വർഷം? ഉത്തരം 1974. മുഹമ്മദ് കോയയുടെ ഭാര്യയുടെ പേര്? ഉത്തരം KK ആമിന. ലിബിയൻ ജമാഹിരിയ എന്ന പുസ്തകം CH മുഹമ്മദ് കോയ എഴുതിയ വർഷം? ഉത്തരം 1982. CH മുഹമ്മദ് കോയയുടെ ആദ്യ പുസ്തകം ലിയാഖത്ത് അലി ഖാൻ എത്രാമത്തെ വയസ്സിലായിരുന്നു പ്രസിദ്ധീകരിച്ചത്? ഉത്തരം 28. കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായ വ്യക്തി? ഉത്തരം CH മുഹമ്മദ് കോയ. CH മഞ്ചേരിയിൽ നിന്ന് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം? ഉത്തരം 1973. CH മുഹമ്മദ് കോയ 2 തവണ ഉപമുഖ്യമന്ത്രിയായിരുന്ന കാലയളവ്? ഉത്തരം 1981 മുതൽ 82 വരെ, 1982 മുതൽ 83 വരെ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ KR നാരായണനെതിരെ മത്സരിച്ച മലയാളി? ഉത്തരം TN ശേഷൻ. 1961 CH ലോകസഭയിൽ അംഗമായ ശേഷം രാജിവെച്ച സ്ഥാനം? ഉത്തരം നിയമസഭാ സ്പീക്കർ. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി? ഉത്തരം CH മുഹമ്മദ് കോയ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞ നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഷേഖ് ഹസീന. വയനാട് ഉരുൾപൊട്ടൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൈന്യം നിർമ്മിച്ച പാലത്തിൻ്റെ പേര്? ഉത്തരം ബ്രെയിലി പാലം. CH മുഹമ്മദ് കോയ ഏത് പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പഞ്ചായത്തി രാജ് നിയമം പാസാക്കുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം K കരുണാകരൻ. ഈച്ചര വാര്യർ കേസിൻ്റെ പശ്ചാത്തലത്തിൽ രാജൻ്റെ പിതാവായ ഈച്ചര വാര്യർ രചിച്ച പുസ്തകമേത്? ഉത്തരം ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. കേരളത്തിൽ നിയമസഭാ സ്പീക്കറും മുഖ്യമന്ത്രിയുമായിരുന്ന ഏക വ്യക്തി? ഉത്തരം CH മുഹമ്മദ് കോയ. രാജൻ കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നേതാവ് ആരാണ്? ഉത്തരം K കരുണാകരൻ. രാജ്യസഭാ അധ്യക്ഷനായ ആദ്യ മലയാളി? ഉത്തരം KR നാരായണൻ. ഇന്ത്യൻ പ്രസിഡന്റായ മലയാളി ആര്? ഉത്തരം KR നാരായണൻ. സൗരയൂഥത്തിലെ ഏത് ഗ്രഹമാണ് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്? ഉത്തരം ശുക്രൻ. ബാല്യകാല സഖി എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ.
കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമേത്? ഉത്തരം കരിമീൻ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പഴശ്ശിരാജ. തിമിരം എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ഉത്തരം കണ്ണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം AK ആൻ്റണി. കേരളത്തിൽ എത്ര പേരാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ളത്? ഉത്തരം 3 പേർ. ഈ അടുത്ത് മണ്ണിടിച്ചിലുണ്ടായ ശിരൂർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കർണാടക. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അറബിക്കടലിൽ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി ജില്ലയിൽ. സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ്? ഉത്തരം ചെങ്കോട്ടയിൽ. കിഴാർനെല്ലി എന്ന ഔഷധച്ചെടി പ്രധാനമായും ഏത് അസുഖത്തിൻ്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം മഞ്ഞപ്പിത്തം. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന വൃക്ഷം? ഉത്തരം മുള. ഇന്ത്യയിലെ രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം ശുഭാൻഷു ശുക്ല. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ചത് ഏത് നഗരത്തിലായിരുന്നു? കേരളത്തിലെ കുട്ടികൾക്കായി സർക്കാർ തലത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഏക മാസികയുടെ പേര്? ഉത്തരം തളിർ. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഗാനമായ വരിക വരിക സഹചരെ എന്ന ഗാനം എഴുതിയതാര്? ഉത്തരം അംശി നാരായണപിള്ള. 2025 ആദ്യ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം M മുകുന്ദൻ. ഭാരതത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചത് എവിടെ? ഉത്തരം കൊച്ചിയിൽ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല? ഉത്തരം വയനാട്. ദേശീയ ജലജീവി? ഉത്തരം ഗംഗാ ഡോൾഫിൻ. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്നതെവിടെ? ഉത്തരം ഇലകളിൽ. ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ? ഉത്തരം ഓം ബിർള. കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? ഉത്തരം കുസാറ്റ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഉത്തരം ഇടുക്കി. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി ചെയർമാൻ? ഉത്തരം അലോക് ജോഷി. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ആകാശം ഏതു നിറത്തിലായിരിക്കും കാണുക? ഉത്തരം കറുപ്പ്. പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകളുടെ എണ്ണം? ഉത്തരം 11.